അതിനുശേഷം ഏറ്റവും അവസാനം വീണ്ടും മെസ്സി വരുമെന്ന് ഉറപ്പ് പറയുകയാണ്. മെസ്സി വരുമെന്ന് ഇദ്ദേഹം തന്നെ കായിക വകുപ്പ് മന്ത്രി തന്നെ ഉറപ്പ് പറയുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഒരു വലിയ യോഗത്തിൽ പറയുന്നത് മെസ്സി വരും കേട്ടോ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഈ ഉയർന്നു വന്ന വിവാദങ്ങൾ അദ്ദേഹം കേട്ടോ എന്നൊരു ചോദ്യം ഞങ്ങൾക്കുണ്ട്. അദ്ദേഹം കൂടി കേൾക്കേണ്ടതാണ്. അദ്ദേഹം കൂടി മറുപടി പറയേണ്ട വിഷയങ്ങൾ കൂടിയൊക്കെ ഉണ്ട്. മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഫർദർ എൻക്വയറികൾക്ക് ശേഷം പറയേണ്ട കാര്യങ്ങളാണ്. സത്യപ്രതിജ്ഞ ലംഘനം തന്നെയാണ്. അതായത് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഞാനായാലും മറ്റാരായാലും തന്നെ മുമ്പുണ്ടായിരുന്ന ആളുകളായാലും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് തന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒരാൾക്ക് ഒരു സ്വകാര്യ വ്യക്തികൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് അവർക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. വകുപ്പുമായി ബന്ധപ്പെട്ട രഹസ്യ സ്വഭാവത്തോടു കൂടി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ അലംഭാവം ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ചില്ലിക്കാശ് സർക്കാർ നഷ്ടമുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. എന്തിനാണ് സ്പെയിനിൽ പോയത് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഈ നഷ്ടം വന്നിട്ടുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതിലൊക്കെ സർക്കാരിൽ നിന്ന് 14 ലക്ഷത്തോളം രൂപ ചെലവഴിക്കപ്പെട്ടത്, 14 ലക്ഷം രൂപയുടെ ചെലവൊക്കെ വന്നതായിപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ സർക്കാരിനെ സംബന്ധിച്ച് വേണമെങ്കിൽ അത് നഷ്ടമായി തന്നെ കണക്കാക്കാവുന്നതേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് അതിന്റെ വിദേശയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളില്ല. അതിന്റെ ഡീറ്റെയിലിംഗ് പോകണ്ട. വിദേശയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ സർക്കാരിന്റെ പണം ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല സർക്കാർ സംവിധാനം മുഴുവനായി ദുരുപയോഗം ചെയ്യപ്പെട്ടില്ലേ. സർക്കാർ സംവിധാനങ്ങളുടെ ഇപ്പോ ഒരു അന്താരാഷ്ട്ര കളിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗത്താണ് അന്തിമ സമ്മതം വേണ്ടത്. മെസ്സിയാണ് പറയേണ്ടത്. ഫിഫയും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഒക്കെ അറിയണ്ടേ. കേരള ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിട്ടില്ല. ഇതിനൊക്കെ ഒരു മെക്കാനിസം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പ്രോപ്പർ ചാനലല്ല, ഒരു പ്രോപ്പർ ചാനലുമല്ല ഇത് മുന്നോട്ട് പോയത്. സ്പോൺസറെ തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള സുതാര്യതയും പാലിക്കാൻ അവർക്ക് സാധിച്ചില്ല. അതൊന്നും സർക്കാരിന്റെ ബാധ്യത ഒഴിവാക്കപ്പെടുന്നില്ല. സർക്കാരിന് സാമ്പത്തികമായ ബാധ്യത മാത്രമല്ല, നിയമപരമായ ബാധ്യതയുണ്ട്, ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. ആ ബാധ്യതകളൊക്കെ തന്നെ സർക്കാരിന്റെ തലയിലേക്ക് കൊണ്ട് കെട്ടിവെക്കുന്ന ഒരു നടപടി ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അസോസിയേഷനുകൾക്ക് ഒന്നും ഒരു റോൾ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ സംബന്ധിച്ച് അവർക്ക് പോലും ഇതിനെ സംബന്ധിച്ച് യാതൊരു അറിവ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ എങ്ങനെയാണ് ഇപ്പൊ ഫിഫയുടെ എന്തെങ്കിലും അറിവോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു? അത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വളരെ നിഗൂഢ നിൽക്കുകയാണ്. ഇപ്പോൾ ധനകാര്യ വകുപ്പിന്റെ അനുവാദം വാങ്ങി കേന്ദ്ര സർക്കാരിന്റെ നിന്ന് പണം കൈമാറ്റം ചെയ്യാനുള്ള അനുവാദം കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കരാറ് വളരെ ശുദ്ധമായതോ അതിൽ മറ്റ് സാമ്പത്തിക താല്പര്യങ്ങളില്ലാത്തതോ ആ കരാർ വളരെ ജെനുവിനാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ലല്ലോ. അനുമതി കിട്ടിയത് ആ കമ്മ്യൂണിക്കേഷൻസിന്റെ ഭാഗമായിട്ടുള്ള മാത്രമാണ്. പക്ഷെ അത് പരിപൂർണമായ അനുമതിയല്ല. ആ കത്തിൽ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇതില് മെസ്സിയുടെ വരവ്, അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ, അവരുടെ ഉറപ്പ്, അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും ആ തലത്തിലല്ല അന്ന് ചർച്ച ചെയ്യപ്പെട്ടതും വാഗ്ദാനം ചെയ്യപ്പെട്ടതും PR വർക്ക് ചെയ്യപ്പെട്ടതും ആ തരത്തിലല്ല എന്നുള്ളതാണ്.